നമസ്കാരം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ വ്യാപക നഷ്ടം. വൈദ്യുതി മേഖലയിൽ 59.11 ലക്ഷം രൂപയുടെയും 0.14 ഹെക്ടർ കൃഷിനാശവും. ജില്ലയിൽ അതിശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. യുവമോർച്ച പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് PSC ക്രമക്കേട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട്. ട്രെയിനിൽ നിന്നും യാത്രക്കാരുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടി. മംഗലാപുരം കുളൂർ സ്വദേശി 39-കാരനായ സക്കീർ ഹുസൈനാണ് അറസ്റ്റിലായത്. ഒറ്റപ്പാലം കോടതിയിൽ ആക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലോക മുലയൂട്ടൽ വാരാചരണം 2026 ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് നിർവഹിച്ച് രമേശ് പിഷാരടി MLA. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ വാരാചരണ സന്ദേശം. പരസ്യവാചകങ്ങൾക്ക് പിറകെ പോയി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ വേഗത്തിൽ രോഗങ്ങൾ പിടിപെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണെന്നും രമേശ് പിഷാരടി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നഷ്ടം. വൈദ്യുതി മേഖലയിൽ 59.11 ലക്ഷം രൂപയുടെയും 0.14 ഹെക്ടർ കൃഷിനാശവും സംഭവിച്ചു. ജില്ലയിൽ അതിശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴ ശക്തമായിരുന്ന ദിവസങ്ങളിലാണ് ജില്ലയിലെ വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയുടെ കണക്കുകൾ ദുരന്ത നിവാരണ അതോറിറ്റി ശേഖരിച്ചു വരികയാണ്. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 3 വരെയുള്ള കണക്കുകൾ പ്രകാരമാണ് വൈദ്യുതി മേഖലയിൽ 59.11 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കിയിരിക്കുന്നത്. 5 ഹൈടെൻഷൻ പോളുകൾക്കും 87 ലോ ടെൻഷൻ പോളുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. 2 സ്ഥലങ്ങളിൽ HMT ലൈനുകളിലും 243 ഇടങ്ങളിൽ LT ലൈനുകളും പൊട്ടിവീണു. കാർഷിക മേഖലയിലും കാലവർഷം വലിയ നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. നെന്മാറ അയിലൂരിൽ 2 തെങ്ങുകളും ഷൊർണൂർ ചളവറ 0.1 ഹെക്ടർ കിഴങ്ങുവർഗ്ഗ വിളകളും ഉൾപ്പെടെ 0.14 ഹെക്ടറിൽ കൃഷി നശിച്ചു. പെരുമാട്ടി പഞ്ചായത്തിലെ മീനാക്ഷിപുരം നന്ദിയോടിൽ ഒരു കാലിത്തൊഴുത്ത് പൂർണ്ണമായും തകർന്നു വീണു. മഴ ശക്തമായതോടെ ജൂലൈ 30 മുതൽ ജില്ലയിലെ 4 വീടുകൾ പൂർണ്ണമായും 45 വീടുകൾ ഭാഗികമായും തകർന്നു. അവസാന 24 മണിക്കൂറിൽ പാലക്കാട് താലൂക്കിലെ പെരുവമ്പ്, കൊടുമ്പ് വില്ലേജുകളിൽ ഓരോ വീടുകൾ വീതം പൂർണ്ണമായി തകർന്നു. അഗത്യത്തറ, മലമ്പുഴ, അലനല്ലൂർ, തച്ചനാട്ടുകര, അമ്പലപ്പാറ, ചെർപ്പുളശ്ശേരി, തൃത്താല, കുത്തനൂർ, പെരിങ്ങോട്ടുകുരിശി, മംഗലം ഡാം, തിരുവേഗപ്പുറ തുടങ്ങിയ വില്ലേജുകളിലായി 14 വീടുകൾക്കും ഭാഗികമായി കേടുപാടുകളുണ്ടായി. നിലവിൽ ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. ഒറ്റപ്പാലം താലൂക്കിലെ ചെർപ്പുളശ്ശേരി വില്ലേജിൽപ്പെട്ട കോട്ടക്കുന്നിൽ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 ഡാമുകളാണ് ജില്ലയിൽ തുറന്നത്. മംഗലം ഡാമിൽ നിലവിലെ ജലനിരപ്പ് 76.67 മീറ്ററാണ്. ഡാമിന്റെ 6 സ്പിൽവേ ഷട്ടറുകളും 20 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പുഴ ഡാമിൽ ജലനിരപ്പ് 95.91 മീറ്ററിലെത്തിയതിനെ തുടർന്ന് 3 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം തുറന്നു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ ജില്ലയിൽ ശരാശരി 14.05 മീറ്ററാണ് മഴയാണ് രേഖപ്പെടുത്തിയത്. ജില്ലയിൽ അതിശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യുവമോർച്ച പാലക്കാട് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. PSC ക്രമക്കേട് അന്വേഷണം കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. PSCയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും കേരളം മാറി മാറി ഭരിച്ചവർ പാർട്ടി റിക്രൂട്ട്മെന്റ് ഏജൻസികളാക്കി മാറ്റിയെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കൃഷ്ണകുമാർ പറഞ്ഞു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിക്ക് താൽക്കാലിക നിയമനം നടക്കുന്നത് മുഴുവൻ പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണ്. ആ പാർട്ടിക്കാരെ മാത്രം തിരികെ കയറ്റാനുള്ള, പാർട്ടി പ്രവർത്തകർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു എക്സ്ചേഞ്ച് ആയിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മാറി. 6 മാസത്തെ താൽക്കാലിക നിയമനത്തിൽ കയറുന്ന ആളുകളെ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് 2-3 വർഷം കഴിഞ്ഞാൽ കമ്പാഷനേറ്റ് ഗ്രൗണ്ടിലും മറ്റ് അവരുടെ പ്രത്യേക മന്ത്രിമാരുടെ എല്ലാം താല്പര്യപ്രകാരം അവർക്ക് സ്ഥിര നിയമനമാക്കി കൊടുക്കുക. PSCയിൽ യാതൊരുവിധ സുരക്ഷയില്ല. PSC തട്ടിപ്പുകാരുടെ ഒരു കേന്ദ്രമാണെന്നത്. അനധികൃത നിയമനത്തിനും അഴിമതിക്കും കൂട്ടുനിന്ന PSCയിലെ ഞെട്ടിക്കുന്ന കഥകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. യോഗ്യതയുള്ള റാങ്ക് ഹോൾഡേഴ്സിനെ പുറത്തിരുത്താനും
പാർട്ടിക്കാർക്ക് ജോലിക്കും വേണ്ടി മാർക്ക് ദാനം നൽകിയ PSC കേരളത്തിലെ യുവജനങ്ങളെ വഞ്ചിച്ചു. PSC നടത്തിയ 100ഓളം പരീക്ഷകളിലെ തട്ടിപ്പ് പുറത്തു വന്നിട്ടും അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാക്കളും പാർട്ടിയും കേരളത്തിന് അപമാനമാണ്. അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കാതിരിക്കുന്നതിന് പിന്നിൽ പരീക്ഷാ തട്ടിപ്പുകളിലെ പ്രതികളെ രക്ഷിക്കാനുള്ള തിടുക്കത്തിലാണ്. PSC തട്ടിപ്പ് മറച്ചുപിടിക്കാനാണ് ഇടതു വലതു മുന്നണികൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനിറങ്ങിയിരിക്കുന്നതെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടി നൽകുക, അനധികൃത നിയമനം നേടിയവരെ പിരിച്ചുവിട്ട് എല്ലാ തസ്തികകളിലും PSC വഴി നിയമനം നടത്തുക, റാങ്ക് ഹോൾഡേഴ്സ് സമരം തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യുവമോർച്ച ഉന്നയിച്ചു. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുൺ പ്രസാദ്, ജില്ലാ പ്രസിഡന്റ് അമൃതാനന്ദ ബാബു, BJP ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ N. ഷൺമുഖൻ, AK. ഓമന, കുട്ടൻ, ദൃശക് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ട്രെയിനിൽ നിന്നും യാത്രക്കാരുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടി. മംഗലാപുരം കൂളൂർ സ്വദേശി 39-കാരനായ സക്കീർ ഹുസൈനാണ് അറസ്റ്റിലായത്. ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡിലാണ്. ജൂൺ 28-ന് പുലർച്ചെയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ മരുസാഗർ എക്സ്പ്രസിൽ നിന്നും 2 യാത്രക്കാരുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച കേസിലാണ് മംഗലാപുരം കൂളൂർ സ്വദേശി 39-കാരൻ സക്കീർ ഹുസൈൻ അറസ്റ്റിലായിരിക്കുന്നത്. യാത്രക്കാരായ മട്ടാഞ്ചേരി സ്വദേശികളായ സുജേഷ്, സുരേഷ് എന്നിവരുടെ 13,000 രൂപയും 26,000 രൂപയും വില വരുന്ന ഫോണുകളാണ് പ്രതി മോഷ്ടിച്ചത്. ട്രെയിനിൽ ചാർജ് ചെയ്യാൻ കുത്തിവെച്ചിരുന്ന മൊബൈൽ ഫോണുകളാണ് യാത്രക്കാർ അറിയാതെ പ്രതി മോഷ്ടിച്ച് കളഞ്ഞുകടന്നത്. ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവും സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ വലയിലാക്കിയത്. പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതിക്ക് മംഗലാപുരം സ്റ്റേഷനിൽ 3 മോഷണ കേസുകളും നിലവിലുണ്ട്. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ അനിൽ മാത്യുവിന് പുറമെ നിഷാദ്, സജിത്ത്, RPF സ്ക്വാഡ് അംഗങ്ങളായ KM ഷിജു, വിജേഷ്, രമേശ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോക മുലയൂട്ടൽ വാരാചരണം 2026 ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് രമേശ് പിഷാരടി MLA നിർവഹിച്ചു. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ വാരാചരണ സന്ദേശം. പരസ്യവാചകങ്ങൾക്ക് പിറകെ പോയി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ വേഗത്തിൽ രോഗങ്ങൾ പിടിപെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണെന്നും രമേശ് പിഷാരടി പറഞ്ഞു. നമ്മൾക്ക് തമ്മിൽ അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കൂട്ടായി നിൽക്കുന്നത് മറ്റെവിടെയോ ഇതേക്കുറിച്ചൊരു ബോധവൽക്കരണം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് എത്തിക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അല്ലാതെ വേദിയിൽ നിന്നുകൊണ്ട് സദസ്സിലുള്ള നിങ്ങൾക്ക് മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരേണ്ടെന്ന ആവശ്യകതയുണ്ട് എന്ന് എനിക്ക് ഈ സദസ്സ് കണ്ടിട്ട് തോന്നുന്നില്ല. പുതിയ അമ്മമാർ കുറേ പേരുണ്ട്, അവർക്കെല്ലാം എൻ്റെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഏറ്റവും വലിയ ബാല്യമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യവും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ അമ്മയുടെ കരുതൽ ആവശ്യമാണ്. പരസ്യവാചകങ്ങൾക്ക് പുറകെ പോയി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ വേഗത്തിൽ രോഗങ്ങൾ പിടിപെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും സ്വീകരിക്കേണ്ട ആരോഗ്യപരമായ കരുതലുകളെക്കുറിച്ച് ബോധവാന്മാരായാൽ ഒരു പരിധിവരെ രോഗങ്ങളെ അകറ്റാനാകുമെന്നും MLA പറഞ്ഞു. ജില്ലാ മെഡിക്കൽ ഓഫീസറും ദേശീയ ആരോഗ്യ ദൗത്യവും പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികളുടെയും സംയുക്തമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷീലാദേവി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. ബിന്ദു തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ RMOയും ഗൈനോളജിസ്റ്റുമായ ഡോക്ടർ ശ്രീജ V. ചന്ദ്രൻ, ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ദീപ്തി K. പ്രഭാകരൻ എന്നിവർ ഗർഭിണികൾക്കും അമ്മമാർക്കും മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മുലപ്പാലിന്റെ ആരോഗ്യ ഗുണത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു. ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ ബോധവൽക്കരണ എക്സിബിഷൻ സംഘടിപ്പിച്ചു. വാരാചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പാലക്കാട് നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ TS. മീനാക്ഷി, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ SK. അനിത, ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ B. റിയാസ്, ഡോക്ടർ ഹേമ വാര്യർ, ഡോക്ടർ UV. അമുദ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മീനു മാത്യു, ജില്ലാ എഡ്യൂക്കേഷണൽ ആൻഡ് മീഡിയ ഓഫീസർ S. സയന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങളും മാറ്റങ്ങളും സ്വകാര്യ വിദ്യാലയ മാനേജ്മെന്റുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമാവണമെന്ന് നോബിൾ ഫെഡറേഷൻ ഓഫ് സ്കൂൾ ജില്ലാ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ 3800ഓളം സ്വകാര്യ വിദ്യാലയങ്ങളെ ആശ്രയിക്കുന്ന അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ഭൂരിപക്ഷം വിദ്യാലയങ്ങളും പഠിപ്പിക്കുന്നത് 7ാം തരം വരെയാണ്. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളെക്കാൾ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കുന്നതുകൊണ്ടാണ് രക്ഷിതാക്കൾ കുട്ടികളെ സ്വകാര്യ വിദ്യാലയത്തിൽ ചേർക്കുന്നത്. യോഗ്യതയുണ്ടായിട്ടും സർക്കാർ ജോലി ലഭിക്കാത്തവരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വിനോദത്തിനും വിജ്ഞാനത്തിനും കായിക സാഹിത്യ മത്സരങ്ങൾക്കും
ഊന്നൽ നൽകി പഠിപ്പിക്കുന്നതുകൊണ്ടാണ് രക്ഷിതാക്കൾ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ വിശ്വാസം അർപ്പിക്കുന്നത്. മാറുന്ന പാഠ്യപദ്ധതി അനുസരിച്ച് വിദഗ്ധരെ കൊണ്ട് അധ്യാപകർക്ക് പരിശീലനം നൽകിയാണ് പഠിപ്പിക്കുന്നത്. ചെറിയ ഫീസ് നൽകി പഠിക്കാനെത്തുകയും ചെറിയ വേതനത്തിന് പഠിപ്പിക്കുകയും ചെയ്യുന്നവരെ നിരാശരാക്കുന്ന സമീപനങ്ങളിൽ നിന്നും സർക്കാർ പിന്മാറണം. വിദ്യാലയമെന്ന പരിഗണന പോലും നൽകാതെ വൈദ്യുതി ചാർജിന് വ്യവസായ നിരക്കാണ് ഈടാക്കുന്നത്. സ്വകാര്യ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാനും കലാ, കായിക, സാഹിത്യ മത്സരങ്ങളിൽ സർക്കാർ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാനുള്ള അവസരമുണ്ടാക്കണം. നോബൽ ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ ജില്ലാ സമ്മേളനം അധ്യാപക പരിശീലനവും ഓഗസ്റ്റ് 8-ന് പാലക്കാട് വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേട്ടറ്റും ബി.എഡും എല്ലാ യോഗ്യതകളുള്ള PSC പരീക്ഷ പ്രായപരിധി കഴിഞ്ഞ അധ്യാപികമാരാണ് ഇതിൽ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അവർക്ക് 50 ലക്ഷം രൂപയോ 45 ലക്ഷം രൂപയോ കൊടുത്ത് സ്കൂളുകളിൽ കയറാൻ പറ്റാത്ത, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്നുള്ള അധ്യാപികമാരാണ് നമ്മളുടെ സ്കൂളുകളിൽ ഭൂരിഭാഗവും പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ അവരുടെ ജോലി നാളെ ഈ സർക്കാർ ഈ സ്കൂളുകളെല്ലാം ഒരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെങ്ങോട്ട് പോകും? അവരുടെ കുടുംബം ഇവരെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അപ്പോൾ അതിനോടൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നടത്തിക്കൊണ്ടുപോകാനുള്ള അനുവാദം മാത്രം മതി. ഗവൺമെൻറ്റിൽ നിന്ന് 1 രൂപ പോലും ഈ സ്കൂളുകൾക്ക് വേണ്ട. പക്ഷേ ഞങ്ങൾക്ക് വൈദ്യുതി ചാർജും ടാക്സും എല്ലാം വ്യാവസായിക അടിസ്ഥാനത്തിലാണ് ഇവർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്, പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും. അതൊന്ന് ഒഴിവാക്കി തന്ന സാധാരണ രീതിയിലുള്ള ഒരു ധർമ്മസ്ഥാപനങ്ങൾക്കുള്ള പോലെ ഒന്ന് അത് കമ്മിയാക്കി തന്നാൽ വലിയ ഉപകാരമായി. കുറേ ട്രസ്റ്റുകളും അതിന്റെ കീഴിലാണ് സേവന മനോഭാവത്തോടു കൂടിയിട്ടാണ് ഈ സ്കൂളുകളെല്ലാം പ്രവർത്തിച്ചു വരുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് L. വിജയകുമാർ, സെക്രട്ടറി KN രമേശ്, രക്ഷാധികാരി M. ചന്ദ്രൻ, ട്രഷറർ M. ചന്താമരാക്ഷൻ, ജോയിന്റ് സെക്രട്ടറിമാരായ അലിവി ഗുരുക്കൾ, ചന്ദ്രമതി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളി എടത്തറയിൽ സ്വകാര്യ ബാറിലെ മലിനജലം റോഡിലേക്ക് തുറന്നുവിട്ടതായി ജനകീയ പരാതി. ബാറുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറളി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാതയിൽ പറളി എടത്തറയിലുള്ള സ്വകാര്യ ബാറിൽ നിന്നും അവിടുത്തെ മലിനജലം തുറന്ന് മാലിന്യം PWD റോഡിലേക്ക് ഒഴുക്കിവിട്ട ബാർ അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ആദ്യം മലമ്പുഴ കനാലിലേക്ക് ഒഴുക്കിവിട്ടതായും അവർ തടഞ്ഞതിനെ തുടർന്ന് തുറന്ന ചെറിയ ഒരു കുഴിയിലേക്കും ഒഴുക്കിവിടുകയായിരുന്നു. ദുർഗന്ധം പരന്നതോടെ ജനം ചൊവ്വാഴ്ച രാത്രി 9 മണിക്ക് ബാറിന് പരിസരം പരിശോധിച്ചപ്പോഴാണ് മലിനജലം പൊതു റോഡിലേക്ക് ഒഴുകുന്നത് കണ്ടത്. വിവരം പഞ്ചായത്ത് 14-ാം വാർഡ് അംഗം ഹബീബിനെ അറിയിച്ചു. പഞ്ചായത്ത് അംഗം എത്തി പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി രാത്രി തന്നെ നേരിൽ കണ്ട ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയതിനാൽ ഈ പരാതി ബാറിന് ചുറ്റും താമസിക്കുന്ന ജനങ്ങളുടെ പരാതിയായി സ്വീകരിച്ചു. ബാറുകൾ ചെയ്തത് മലിനജലം പരസ്യമായി പൊതു റോഡിലേക്ക് ഒഴുക്കിക്കളഞ്ഞതായി പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ടെന്നും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പറളി പഞ്ചായത്ത് സെക്രട്ടറി അർജുൻ പറഞ്ഞു. വിവരമറിഞ്ഞ് മങ്കര പോലീസും എത്തിയിരുന്നു. നാട്ടുകാർ ഒപ്പുശേഖരണവും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മുണ്ടൂർ പഞ്ചായത്തിൽ RSP രൂപീകരിച്ചു. ഇതര പാർട്ടികളിൽ നിന്നും രാജിവെച്ച് വന്ന 50ഓളം പ്രവർത്തകർ RSPയിൽ ചേർന്നു. പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. സ്വീകരണ യോഗം RSP ജില്ലാ സെക്രട്ടറി രാജൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയമായി നിലപാടുകളില്ലാത്ത ചില നേതാക്കന്മാർ എല്ലാം മറന്നു വെച്ചുകൊണ്ട് ഒരു മരിച്ചവരെയോ വേറൊരു കാര്യത്തിലൂടെ അന്വേഷിപ്പോഴും നടത്താതെ ഒന്നും അറിയാതെ എല്ലാം അടങ്ങി തത്വങ്ങളടങ്ങിയാണ് ഈ RSP. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ, അതുകൊണ്ട് ഇന്നു മുതൽ നമ്മളെല്ലാവരും മാറ്റം കഴിഞ്ഞു. ഇനി നമ്മൾ RSP ചേർക്കണം. മുൻ CPI LC സെക്രട്ടറിയായിരുന്ന ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു RSP രൂപീകരണ കൺവെൻഷൻ നടന്നത്. അതോടൊപ്പം തന്നെ നിഷ്പക്ഷമായ പ്രവർത്തകരും RSPയിൽ അംഗമായി. മുണ്ടൂരിൽ നടന്ന RSP രൂപീകരണ കൺവെൻഷൻ SRP ജില്ലാ സെക്രട്ടറി രാജൻ ഉദ്ഘാടനം ചെയ്തു. രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ചന്ദ്രൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം നിഖിലാനന്ദൻ, വാസു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ബാലകൃഷ്ണൻ മുണ്ടൂർ സ്വാഗതവും പറഞ്ഞു. ദേശീയ കായികമേളയിൽ പങ്കെടുത്ത മുണ്ടൂർ ഹൈസ്കൂളിലെ കായിക താരങ്ങളെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. LC സെക്രട്ടറിയായി രാജഗോപാലിനെയും ജോയിന്റ് സെക്രട്ടറിയായി തങ്കപ്പനെയും തെരഞ്ഞെടുത്തു. കൺവെൻഷനിൽ രജനി, പഴനി, ശാന്തകുമാരി, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വണിക വൈശ്യ സംഘം കേരളശ്ശേരി ശാഖയുടെ കുടുംബസംഗമവും വിദ്യാഭ്യാസ അനുമോദനവും കേരളശ്ശേരിയിൽ സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് R. രാജമാണിക്യം ഉദ്ഘാടനം ചെയ്തു. വണിക വൈശ്യ സംഘം കേരളശ്ശേരി ശാഖ സെക്രട്ടറി രവീന്ദ്രൻ സ്വാഗതവും പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി അധ്യക്ഷ പദവി വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് TR. രാജമാണിക്യം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായ തൂഫാന്റെ സന്ദേശം കോങ്ങാട് പോലീസ് SI വിനീത്, ASI അനീഷ് എന്നിവർ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു. വാർഡ് മെമ്പർ P. രാജീവ് മാസ്റ്റർ ആശംസ അറിയിച്ചു. തുടർന്ന് സംഘം പ്രവർത്തനത്തെ സംബന്ധിച്ച സംഘടനാ ശക്തി ആർജിക്കേണ്ടത് സംബന്ധിച്ചും ജില്ലാ സെക്രട്ടറി N. സുരേഷ് സംസാരിച്ചു. മഹിളാ ഫെഡറേഷന്റെ പ്രവർത്തനം കാലോചിതമായി ഉണർന്നു പ്രവർത്തിക്കുന്നതിനു വേണ്ടി സംസ്ഥാന റീജിയണൽ സെക്രട്ടറി
ഉഷ നാരായണനും സംസ്ഥാന കമ്മിറ്റി അംഗം ലക്ഷ്മികുട്ടി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മെഗാ തിരുവാതിരക്കളി പരിപാടിക്ക് ശാഖയിൽ നിന്ന് പ്രാതിനിധ്യമുണ്ടാകും എന്ന് ശാഖാ ഭാരവാഹികൾ അറിയിച്ചു. ശാഖയിലെ വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങൾ നൽകി യോഗം അനുമോദിച്ചു. ഏവർക്കും ആവേശകരമായ ശാഖാ യോഗമായിരുന്നു. മുൻ ശാഖാ സെക്രട്ടറി മണികണ്ഠൻ KS ശാഖ രൂപീകരിച്ച 25 വർഷം പൂർത്തിയാക്കിയ വർഷം കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തി സംസാരിച്ചു. യോഗത്തിന് ട്രഷറർ ശ്രീ ജയപ്രകാശൻ നന്ദി പറഞ്ഞു. ബാലഗോകുലം കുളപ്പള്ളി മേഖല ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭായാത്ര സ്വാഗത സംഘം രൂപീകരിച്ചു. വർഷം തോറും സംഘടിപ്പിച്ചു വരുന്ന മഹാശോഭായാത്രയും സംഗമവും പൂർവാധികം ഭംഗിയോടെ നടത്താൻ യോഗം തീരുമാനിച്ചു. 2026 സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ഭാരതമെമ്പാടും ആഘോഷിക്കപ്പെടുകയാണ്. ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തിയുടെ സന്ദേശം മായ വിട്ടുണരൂ, മാനവനായി വളരൂ എന്നതാണ്. ഈ പുണ്യദിനത്തോടനുബന്ധിച്ച് ബാലഗോകുലം കുളപ്പള്ളി മേഖലയുടെ നേതൃത്വത്തിൽ വർഷം തോറും സംഘടിപ്പിച്ചു വരുന്ന മഹാശോഭയാത്രയും സംഗമവും പൂർവാധികം ഭംഗിയോടെ നടത്തുവാനായി ശ്രീകൃഷ്ണ ജയന്തി സ്വാഗത സംഘം രൂപീകരിച്ചു. കുളപ്പള്ളി അന്തിമഹാകാളൻകാവിന് സമീപമുള്ള തത്വമസി ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടന്ന യോഗം ബാലഗോകുലം ഒറ്റപ്പാലം ജില്ലാ കാര്യദർശി ഉണ്ണി വിശ്വനാഥ് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാലാർപ്പണം നടത്തി ഉദ്ഘാടനം ചെയ്തു. രവീന്ദ്രൻ കല്ലിപ്പാടം അധ്യക്ഷത വഹിച്ചു. സുരേഷ് ബാബു കണയം സ്വാഗതം ആശംസിച്ചു. ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ പ്രമുഖനായി സുരേഷ് ബാബു കണയത്തെയും സഹ ആഘോഷ പ്രമുഖരായി ഷനു M ഗോപകുമാർ കല്ലിപ്പാടം KT രവിദാസ് എന്നിവരെയും യോഗം ഐകണ്ഠ്യേന തിരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ശ്രീരാമ ദീപപ്രയാണത്തിന് പരുത്തിപ്പുള്ളി പെരുവല ശ്രീ പൂതിരി ഭഗവതി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ തുളസിദാസ്, മാനേജിംഗ് ട്രസ്റ്റി KU അച്യുതൻ നായർ, ട്രസ്റ്റ് ഭാരവാഹികൾ TS ചന്ദ്രൻ, VS നാരായണൻ, KU ശ്രീനിവാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രതിനിധി സഭ അമ്പലപ്പാറ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു. പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി റഷീദ് പുതുനഗരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം മുസ്തഫ കുളപ്പള്ളി, യങ് ഡെമോക്രാറ്റ്സ് പാലക്കാട് ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗം KP മുഹമ്മദ് അലി, TA താഹിർ, ഫൈസൽ VP തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സഭയിൽ പുതിയ മണ്ഡലം പ്രസിഡന്റായി TA താഹിർ, സെക്രട്ടറിയായി ഫൈസൽ VP എന്നിവരെ തെരഞ്ഞെടുത്തു. മാറ്റൊലി. ആശാവർക്കർമാരുടെ അവകാശ സമരങ്ങളടക്കം അടിച്ചമർത്താൻ ശ്രമിച്ച ഒരു അൺകമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായി പിണറായി വിജയൻ സർക്കാർ മാറി എന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ് UDFന്റെ വൻ വിജയത്തിന് കാരണമെന്ന് മന്ത്രി CP ജോൺ പറയുന്നു. ഈ പ്രസ്താവനയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങളിലേക്ക്. ആശാവർക്കർമാരുടെ സമരം LDFന്റെ കാലത്ത് വളരെ ശക്തമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നപ്പോൾ ഒരു ഭരണപക്ഷത്തിൻ്റെ ഒരു MLAയോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ പോലും ആ സമരത്തിൽ പോയി അവരെ ആശ്വാസപ്പെടുത്താനോ അതുപോലെ തന്നെ അവരെ ഓൺലൈനെ കൂട്ടിത്തരാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അന്നത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ അന്ന് തന്നെ ആശാവർക്കർമാരുടെ സമരത്തിൽ പോയിട്ട് ഉറപ്പ് നൽകിയിരുന്നു, UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ ഓൺലൈൻ കൂട്ടിയുള്ള നിയമം ഇറക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞ മാതിരി തന്നെ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ അത് നടപ്പിലാക്കി. ആ ഒരു സമരം LDFനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനും ശക്തമായ പ്രതിപക്ഷത്തെ ഭരണത്തിൽ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് ജില്ലയിൽ പെയ്ത കനത്ത മഴയിൽ വ്യാപക നഷ്ടം. വൈദ്യുതി മേഖലയിൽ 59.11 ലക്ഷം രൂപയുടെയും 0.14 ഹെക്ടർ കൃഷിനാശവും. ജില്ലയിൽ അതിശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. യുവമോർച്ച പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് PSC ക്രമക്കേട് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട്. ട്രെയിനിൽ നിന്നും യാത്രക്കാരുടെ മൊബൈൽ ഫോണുകൾ മോഷ്ടിച്ച കേസിലെ പ്രതിയെ ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടി. മംഗലാപുരം കുളൂർ സ്വദേശി 39-കാരനായ സക്കീർ ഹുസൈനാണ് അറസ്റ്റിലായത്. ഒറ്റപ്പാലം കോടതിയിൽ ആക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലോക മുലയൂട്ടൽ വാരാചരണം 2026 ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് നിർവഹിച്ച് രമേശ് പിഷാരടി MLA. മുലയൂട്ടൽ ജീവിതത്തിന്റെ സുസ്ഥിരമായ തുടക്കത്തിന് എന്നതാണ് ഈ വർഷത്തെ വാരാചരണ സന്ദേശം. പരസ്യവാചകങ്ങൾക്ക് പിറകെ പോയി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ വേഗത്തിൽ രോഗങ്ങൾ പിടിപെടാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണെന്നും രമേശ് പിഷാരടി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.